Hello Amrita Kairali, it's me RJ Sneha. Welcome all to the another episode of Amrita Kairali Vidya Bhavan Shraddha FM Radio. ടാലൻറ്റ് അഥവാ കഴിവ് എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമായി കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനമല്ല. അത് നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ ഒരു തീപ്പൊരിയാണ്. അഭിനിവേശത്തിൻ്റെ അഗ്നിയിലും വളർച്ചയുടെ പരിശ്രമത്തിലും ജ്വലിക്കാൻ കാത്തിരിക്കുകയാണത്. ലോകത്തിന് വാഗ്ദാനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും സവിശേഷമായ എന്തോ ഒന്നുണ്ട്. സമർപ്പണവും സ്ഥിരോത്സാഹവും കൊണ്ട് പൂത്തുലയാൻ കഴിയുന്ന ഒരു മറഞ്ഞിരിക്കുന്ന സാധ്യത. സ്വാഭാവികമായി കഴിവുള്ളവരല്ല എന്ന ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ അനുവദിക്കരുത്. പഠനത്തിൻ്റെയും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അസാധാരണ കഴിവുകൾ കണ്ടെത്തുന്നതിൻ്റെയും യാത്ര സ്വീകരിക്കുക. ഇന്ന് നമ്മുടെ ശ്രദ്ധ FM റേഡിയോയിലൂടെ അമൃത കൈരളി വിദ്യാഭവനിൽ നിന്നും നമ്മുടെ പ്രിയ കൂട്ടുകാരുടെ പാരൻസ് അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് മുൻപിൽ ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി 10Bയിലെ സ്നേഹ SS മുത്തശ്ശി പത്മജാദേവി അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പത്മജ അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിച്ചാലോ? ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. കളഭമൊഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം. തരുമോ തൊഴു കൈ കുമ്പിളിലെനിക്കു നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഹിമഗിരി കന്യക പൂവള മലർമാല്യം അണിയിക്കുമാതിര രാവിൽ തിരുമാറിൽ അണിയിക്കുമാതിര രാവിൽ. തരുമോ തിലകം ചാർത്താനെനിക്കു നിൻ തിരുവെള്ളിപ്പിറയിലെ തേൻകിരണം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും
ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. താങ്ക് യു. എല്ലാ കൂട്ടുകാരും പത്മജാമ്മയുടെ മനോഹരമായ പാട്ട് നന്നായി ആസ്വദിച്ചില്ലേ? അടുത്തതായി 2Aയിൽ പഠിക്കുന്ന നവാൻ ദീബ്രാമിൻ്റെ അമ്മ ദീപിക മാമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ദീപിക മാമിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദീപിക മാമിൻ്റെ അമ്മയെക്കുറിച്ച് കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, ഞാൻ ദീപിക റാം. 2Aയിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ നവാൻ ദീബ്രാമിന്റെ അമ്മയാണ്. ഞാൻ ഇന്ന് വന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഒത്തിരി ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ. പക്ഷേ എൻ്റെ അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കുഞ്ഞുനാളിൽ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അമ്മയോട് നല്ല ദേഷ്യവും തോന്നിയിട്ടുണ്ട്. അമ്മയുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അമ്മ ദേഷ്യപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മ ശാസിക്കുമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എടുത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ അതിനും അമ്മ ദേഷ്യപ്പെടും. വീട് വൃത്തികേടായി കിടന്നാലോ തുണികൾ അലക്ഷ്യമായിട്ടിട്ടാലോ അതിനൊക്കെ അമ്മയ്ക്ക് ദേഷ്യം. അങ്ങനെ ഈ പരാതികളൊക്കെ ഞാൻ പോയിട്ട് അച്ഛനോട് പറയും. അപ്പൊ അച്ഛൻ പറയുന്നത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് അമ്മയാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് ശാന്തമാവുന്നില്ല. എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു അമ്മയായപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എന്തിനായിരുന്നു എന്നെ അത്രയും ശാസിച്ച് വളർത്തിയതെന്ന്. അമ്മ അത്രയും അടുക്കും ചിട്ടയോടുകൂടി വളർത്തിയത് കൊണ്ട് ഇന്നും എൻ്റെ ജീവിതത്തിൽ അതൊക്കെ പാലിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ശാസിക്കുന്നത് ഒരിക്കലും സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാണ്. തൻ്റെ മക്കൾ എപ്പോഴും തൽസ്വഭാവികളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ശാസിച്ച് വളർത്തുന്നത്. അങ്ങനെ കുഞ്ഞുനാളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അമ്മയെ ഒട്ടും ഇഷ്ടമല്ല, അച്ഛനെ മാത്രമാണ് ഇഷ്ടം, അച്ഛനെ മാത്രം മതിയെന്ന് എപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. തലയിലെ മുടിയും കയ്യിലെ നഖവും ഒക്കെ കൊഴിഞ്ഞു പോകുന്ന, അമ്മയുടെ സൗന്ദര്യം മൊത്തവും കാർന്നു തിന്നിരുന്ന ഒരസുഖം. ഞങ്ങളുടെ വീട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആരും തങ്ങളിൽ മിണ്ടാതായി. അമ്മയുടെ ഈ അസുഖം ഞങ്ങളെ ഓരോരുത്തരെയും വല്ലാതെ തളർത്തി. ഞാൻ ഇനി കോളേജിൽ പോയി പഠിത്തം തുടരില്ല എന്ന് വരെ തീരുമാനിച്ചിരുന്നു. 2-3 ദിവസം തുടർച്ചയായി കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണിന് ചുറ്റും നീര് വന്നു. അമ്മ ഒന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ എന്നെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോയി. എന്നും രാവിലെ കുളിച്ച് മുടി കുളിപ്പിന്നല് കെട്ടി നെറ്റിയിൽ ഒരു കറുത്ത വട്ടപ്പൊട്ടും കുങ്കുമക്കുറിയും ഒക്കെ ഇട്ട് ജോലിക്ക് പോയിരുന്ന എൻ്റെ അമ്മ പെട്ടെന്ന് ഒരു ദിവസം തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞ് അവശയായി കിടക്കുന്നു. ദൈവത്തോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നിയൊരു സമയമായിരുന്നു അത്. എൻ്റെ അമ്മയെ പഴയതുപോലെ തിരിച്ചു തരണമെന്ന് ഒരുപാട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മ തിരിച്ചു വന്നു. ഒരസുഖം വന്നു പോയതിന്റെ ക്ഷീണം ഒഴിച്ചാൽ അമ്മ ഓക്കെയാണിപ്പോ. പക്ഷെ ആ അസുഖത്തിൽ കിടക്കുന്ന സമയത്ത് പോലും ഞങ്ങളെക്കുറിച്ച് ഓർത്തായിരുന്നു അമ്മയുടെ ടെൻഷൻ മുഴുവൻ. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ അമ്മ ഇല്ലാത്തപ്പോ, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു വയ്യായ്മ വരുമ്പോൾ മാത്രമേ അമ്മയുടെ വില നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ ഒരിക്കലും തിരിച്ച് ദേഷ്യം തോന്നരുത് കേട്ടോ. അമ്മമാർക്ക് മക്കളോട് ഒരുപാട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവർ ശാസിക്കുന്നത്. പുറത്ത് ജോലിക്ക് പോകുന്ന അമ്മമാരായാലും വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും അവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണിക്കുമ്പോൾ അവർ അറിയാതെ ദേഷ്യപ്പെട്ടു പോകും. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ഇനി ചെയ്യില്ല അമ്മേ, ഞാൻ ഇനി തെറ്റ് ആവർത്തിക്കില്ല അമ്മേ എന്ന് പറഞ്ഞാൽ ആ ദേഷ്യമെല്ലാം മാറും. എല്ലാ അമ്മമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ ചെറിയൊരു പാട്ട് കൂടി പാടാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ അല്ലേ. 1991 പുറത്തിറങ്ങിയ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ജി വേണുഗോപാൽ ആലപിച്ച ഏതോ വാർമുകിലിൽ എന്ന ഗാനമാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്.
ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും പകളായി നിലാവിൽ മുത്തേ നീ വന്നു. കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും ഇല്ലേതോ മകളായി നിലാവിൽ മുത്തേ നീ വന്നു. താങ്ക് യു. താങ്ക് യു ദീപിക മാം. ദീപിക മാമിൻ്റെ വാക്കുകൾ എത്രയോ സത്യമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീര് തുടയ്ക്കുന്ന ഒരേ ഒരു ദൈവം, അത് നമ്മുടെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് പകരമാകാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദീപിക മാമിൻ്റെ വാക്കുകളും മനോഹരമായി മാം പാടിയ പാട്ടും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? So that's the end of today's session. Hope you all enjoyed. It's me RJ Sneha from Amrita Kairali Vidya Bhavan School Radio Shraddha.